മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് മൈ ലേബർ ആൻഡ് ഡെലിവറി സ്റ്റോറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഫുള്ള് ബഹളവും കാര്യങ്ങളും ആകെ ഒരു ഇതായിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. സോ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ദിവസമാണ് ഞാനിപ്പോൾ ലേബറിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തത് ട്യൂബ് ഇട്ടതിനെ പറ്റിയിട്ടായിരുന്നു, അതായത് യൂട്രസിൽ ട്യൂബ് ഇട്ടതിനെ പറ്റിയിട്ട്. അങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരോടും ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് റൂമിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു. ബാക്കി ഞാൻ പറഞ്ഞു 8 പേരുള്ള ബാച്ചായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ബാക്കി എല്ലാവരോടും പറഞ്ഞു ഒരു 30 മിനിറ്റ് അല്ല 15 to 30 മിനിറ്റ് എത്രയാണെന്ന് തോന്നുന്നു റെസ്റ്റ് എടുത്തിട്ട് റൂമിൽ വെക്കോ. ബാക്കിയുള്ളവരോട് പറഞ്ഞു. എന്നിട്ട് ജസ്റ്റ് 3 മണിക്ക് പിന്നെ തിരിച്ച് റൂമിൽ നിന്ന് വന്നാൽ മതി. അതുവരെ അവർക്ക് അവരുടെ പാരൻസിൻ്റെ കൂടിയും ഫാമിലീൻ്റെ കൂടിയും സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈം കിട്ടും ഈ ട്യൂബ് ഇട്ടിട്ട് റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞാനാണല്ലോ ലാസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും മിക്കവരും പോയിരിക്കണം. ഞാനും പിന്നെ വേറൊരു കുട്ടി തന്നെ ഉള്ളൂ, എന്നെക്കാട്ട് മുന്നേ വന്ന കുട്ടി തന്നെ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റൂമിൽ എത്തിയാൽ മതി വെച്ചിട്ട് ഞാൻ നിൽക്കണത്. അപ്പോൾ ഞാൻ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ട്യൂബിൻ്റെ പെയിൻ എനിക്ക് ഓക്കെ ആയി. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ദേവിക നിൽക്ക്, ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ദേവിക റൂമിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തിടുക്കം ഭയങ്കര കൂടുതലായി. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ എത്തണം. എനിക്കിവിടെ ലാബ് റൂമിൽ നിൽക്കേ വേണ്ട. എനിക്ക് എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നുള്ളതല്ല, എനിക്ക് ലാബ് റൂമിൽ ഇരിക്കേണ്ട, എനിക്ക് റൂമിൽ പോകണം, എല്ലാവരെ പോലെ റൂമിൽ പോകണം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ദേവികയ്ക്ക് മരുന്ന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് മരുന്ന് തന്നു. മരുന്ന് തന്നിട്ട് എന്നോട് പറഞ്ഞു, ദേവിക ഇപ്പോൾ റൂമിൽ പൊക്കോ, അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോൾ തിരിച്ച് ലാബ് റൂമിലേക്ക് മരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. കാരണം എൻ്റെ മുന്നിലുള്ളവരോടൊക്കെ പറഞ്ഞത് 3 മണിക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നോട് മാത്രം കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ബേബി ഇങ്ങനെ SUA കണ്ടീഷനുള്ള കുട്ടിയാണ് അറിഞ്ഞൂടെ, അതുകൊണ്ട് ദേവികനെ നന്നായിട്ട് വാച്ച് ചെയ്യണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവിക ഓൾറെഡി ഒരു മരുന്ന് തന്നില്ല ദേവിക, അതുകൊണ്ട് ലാബ് റൂമിൽ ഉണ്ടാവണം. ദേവിക റൂമിൽ പോയിട്ട് 1 hour കഴിഞ്ഞിട്ട് തിരിച്ച് വരണം എന്ന് എന്നോട് പറഞ്ഞിട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് അവരെ കൂടെ നിന്നാൽ മതി. അതായത് എൻ്റെ ഹസ്ബൻഡും അമ്മയും ചേച്ചിയും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നാൽ മതി, എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ വീണ്ടും അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറേ നോക്കി. പക്ഷെ അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എത്ര പറഞ്ഞാലും അവരെന്നെ അങ്ങനെ സമ്മതിക്കില്ല, എനിക്കിവിടെ വന്നേ മതിയാവും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാബ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ 2-3 ഡോറൊക്കെ പാസ് ചെയ്തിട്ട് വേണം ലാബ് റൂമിൽ പുറത്തിറങ്ങാൻ. പുറത്തേക്ക് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും വീട്ടുകാരും പോയിരിക്കണം. അവിടെ ആ ഒരു കോറിഡോറിൽ ചേട്ടനും അമ്മയും ചേച്ചിയും തന്നെ ഉള്ളൂ. അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും എനിക്ക് ആകെ വിഷമമായി, ഞാൻ കരച്ചിൽ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചപ്പോഴേക്കും എനിക്ക് പെയിൻ തുടങ്ങി. എനിക്ക് നല്ല പെയിൻ തുടങ്ങി. ഓൾറെഡി ഞാൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്, ഞാൻ മരുന്നും കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പെയിൻ എന്ന് വെച്ചാൽ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ലേബർ പെയിൻ എനിക്ക് അപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ റൂമിലെത്തി കഴിഞ്ഞപ്പോഴും എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ആകെ ലേബർ പെയിൻ. പിന്നെ അറിയാലോ എങ്ങനെയായിരിക്കുന്ന. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. എന്തായാലും എന്നോടൊരു 10 മണിയോടെയാണ് ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 9 മണി 9:15 ആ ഒരു ടൈം ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു സംഭവം നടക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പോൾ നമുക്ക് അത്ര ഇൻറ്റൻസ് പെയിൻ ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പെയിനുള്ളൂ. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ എനിക്ക് നല്ല പീരീഡ്സിൻ്റെ പെയിൻ ഉണ്ടാവും. നല്ല പീരീഡ്സിൻ്റെ പെയിൻ എന്ന് വെച്ചാൽ നല്ല പെയിൻ ഉണ്ടാവും. 2 ദിവസം ഞാൻ ബെഡിൽ നിന്ന് ഞാൻ എനിക്കില്ല. ഫസ്റ്റ് ഡേ നല്ല പെയിൻ ഉണ്ടാവും, സെക്കൻഡ് ഡേ നമ്മൾക്ക് ക്ഷീണമായിരിക്കും. ഫസ്റ്റ് ഡേ ഫുഡ് കഴിക്കാണ്ടും ബെഡിൽ നിന്ന് എനിക്കാണ്ടും അങ്ങനെ അതിൻ്റെയൊക്കെ ക്ഷീണമായിരിക്കും. ഇന്നേ വരെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് പീരീഡ്സിൻ്റെ പെയിൻ കുറയ്ക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഒരു വിചാരം ഇത് ആ ഒരു പീരീഡ്സിൻ്റെ പെയിൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ഞാൻ വെച്ചു എനിക്ക് പറ്റും, സഹിക്കാൻ പറ്റുന്നുള്ള ഇതിൽ ഞാൻ ആരോടും പറയാണ്ട് ഞാൻ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. പക്ഷെ എന്നാലും എൻ്റെ ചേട്ടനായാലും ചേച്ചിക്കായാലും കണ്ടു നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. ചേച്ചി പറയുമ്പോഴും പറയും ഞാൻ കാണിച്ചു കൂട്ടാണുമ്പോൾ ചേച്ചിക്ക് തലർക്കം വന്നൊക്കെ. അപ്പോൾ ഞാനതിന് മുൻപ് നമ്മൾ ഈ ലേബർ ട്രെയിനിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവരിങ്ങനെ കുറച്ച് പൊസിഷൻസ് കാണിച്ചിരുന്നു, നമുക്കിങ്ങനെ ഈ പൊസിഷനിൽ നിന്ന് പെയിൻ കുറയ്ക്കാൻ പറ്റും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബേസ് ഉണ്ടാവില്ലേ, ഹാൻഡ് വാഷ് അല്ല, കൈ കഴിക്കണ ബേസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ബേസിൻ്റെ അവിടെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണം. അപ്പോൾ അവരെന്നെ എൻ്റെ കൂടെ ഉള്ളവർ ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് അതും അങ്ങനെ കൈ വെച്ച് നിൽക്കുമ്പോൾ എനിക്ക് നല്ല റിലാക്സേഷൻ അല്ല, എന്നാലും പെയിൻ ഒന്ന് ഈസ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് പറ്റിയിരുന്നു ആ സമയത്ത്. പക്ഷേ എന്നെ കൂടെ നിൽക്കണവർ അവർക്ക് കാണുമ്പോൾ പേടിയാവും. കാരണം നമ്മൾ വയറും വെച്ച് ഇങ്ങനെ കുഞ്ഞ് നിൽക്കണല്ലോ, അത്ര കുഞ്ഞിട്ടല്ല, എന്നാലും ജസ്റ്റ് ഒരു ടൈമിൽ നോക്കിയാവണ പോലെ ഉണ്ടായിരുന്നു.
സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. അപ്പോൾ പക്ഷെ അവർ സമ്മതിക്കില്ല. അവർ പറയായോ പേടിയാവും അങ്ങനെ കാണുമ്പോൾ, അങ്ങനെയും ചെയ്യേണ്ട, ബെഡിൽ പോയി ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ബെഡിൽ വന്ന് കിടന്നിട്ട് അതുപോലെ തന്നെ എനിക്ക് പീരിയഡ്സ് പെയിൻ വരുമ്പോൾ എനിക്ക് നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ട് ഭയങ്കരമായിട്ട് കിഴക്കണ പോലെ തോന്നും, കാലൊക്കെ ഭയങ്കര കിഴച്ചു പൊട്ടും, അതുപോലെയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നത് അതായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചേട്ടനോട് കാലൊന്നും ഇങ്ങനെ തിരുമ്മി തരാൻ പറഞ്ഞു. കാരണം നമുക്ക് ആ ഒരു ഇവിടെ നിന്ന് അരക്കി കഴിപ്പോട്ട് തീരെ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പെയിനിലാണല്ലോ, പിന്നെ ആള് നല്ല ബലം പിടിച്ചാക്കണ്ടെന്ന് വെച്ചിട്ട് ആള് പതിയാക്കാം. എനിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരെ സമയത്ത്, കാരണം നമ്മൾ അത്രയും വേദന എടുത്തിട്ട് പറയണം ജസ്റ്റ് ഒന്ന് കാലൊന്നും അങ്ങനെ തിരുമ്പി തരാൻ. അപ്പോൾ ആൾ അത്രയും സ്ലോകം ഞാൻ പറഞ്ഞു മതി, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാം. എനിക്കാണെന്നുണ്ടെങ്കിൽ വിഷമം. ഇപ്പോൾ ഓൾറെഡി ആ ടൈം ആവും, അതിന് മുന്നേ നമുക്ക് 10 മണി ആയി കഴിഞ്ഞാൽ എന്തായാലും ലാബ് റൂമിൽ പോകണം. ബാക്കി എല്ലാവർക്കും നല്ല ഭാഗ്യം കിട്ടി, ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരെ വീട്ടുകാരായിട്ടിരിക്കാം, എന്ന് പേരുണ്ടെങ്കിൽ അവരെ കൂടി ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എനിക്കതിന് പറ്റില്ലല്ലോ, ഞാൻ ഒറ്റപ്പെടുള്ളൂ എന്ന്. കാരണം എനിക്കറിയാം ലാബ് റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്തുണ്ടെങ്കിലും. അങ്ങനെ ഈ ഒരു പെയിൻ കാര്യങ്ങളും കണ്ടപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു നേഴ്സ് സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ പോയി റിപ്പോർട്ട് ചെയ്തു നല്ല പെയിൻ ഉണ്ടെന്നുള്ളത്. അപ്പോഴേക്കും വീൽ ചെയർ വന്നു എന്നെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ തന്നെ വന്നു. നമ്മൾക്ക് 10 മണി വരെ സമയം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത്ര നേരം കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവരെ കൂടെ. അപ്പോഴേക്കും നേഴ്സും പിന്നെ അതുപോലെ തന്നെ അറ്റൻഡറും ലാബ് റൂമിൽ ഒരാളുണ്ടാവും, ചേച്ചി ഉണ്ടാവും. ആ ചേച്ചിയും കൂടി വന്നു. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഞാൻ കരച്ചിൽ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഡെലിവറിക്ക് വേണ്ടി പോകണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ. രാത്രിയാണ് നടക്കുന്നത്. അങ്ങനെ എനിക്ക് അപ്പോഴേക്കും വിഷമമായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബെഡിലായിരുന്നു കിടന്നിരുന്നത്. ബെഡിൽ നിന്ന് ഞാൻ എണീറ്റിട്ട് ഞാൻ വീൽ ചെയറിക്ക് ഇരിക്കാൻ പോണ വഴിക്ക് ശരിക്കും വാട്ടർ ബ്ലോക്കായിട്ട് വെള്ളം പോയി. അങ്ങനെ ഞാൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഞാൻ ലാബ് റൂമിലേക്ക് പോവാണ്. ഞാൻ ആ പോണ റൂം അവിടെ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഞാൻ ലാബ് റൂമിലേക്ക് പോണ ആ ഒരു വഴി, കാരണം എല്ലാവരും വിട്ടിട്ട് പോകാണല്ലോ. അപ്പോൾ ഒരു ഫുള്ള് ഞാൻ കരഞ്ഞ് വീൽ ചെയറിൽ ഞാൻ ലാബ് റൂമിൽ കൊണ്ട് കിടത്തി. ലാബ് റൂം നമുക്ക് പറയുകയാണെങ്കിൽ സിയിലാണ് നമുക്ക് ഡെലിവറി നടക്കുക. എയിൽ സാധാ കാഷ്വാലിറ്റി പോലെ, പിന്നെ ബി കുറച്ചുകൂടി പെയിൻ വരുമ്പോൾ നമുക്ക് ബിയിലോട്ട് കിടത്തും, പിന്നെ സി നമുക്ക് ഡെലിവറി വയ്ക്കും. പക്ഷെ എന്നെ ബിയിലാണ് കൊണ്ട് കിടത്തിയത്. അവിടെയാണ് നേഴ്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേബിളിലാണ് ഞാൻ കിടക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നേഴ്സുമാരും പിന്നെ ഡ്യൂട്ടി ഡോക്ടറാണുള്ളത്. നൈറ്റാണല്ലോ, ഡ്യൂട്ടി ഡോക്ടറുണ്ട്, നേഴ്സുമാരുണ്ട്. അങ്ങനെ എന്നെ അവിടെ കൊണ്ട് ഞാൻ കിടത്തിയ സമയത്ത് എനിക്ക് നല്ല പെയിനുണ്ട്. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കിടന്നു. അവരെന്ത് ചെയ്തു, ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ്, ഉണ്ണി ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് SCO BB ആയതുകൊണ്ട് അവന് നമ്മുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കാനും പിന്നെ വേറെ എന്തൊക്കെയോ എൻ്റെ മേത്തൊക്കെ കൊണ്ടിട്ട് അവർ അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്കാണ്, എനിക്ക് കംഫർട്ടായിട്ടുള്ള പൊസിഷൻ റൈറ്റ് സൈഡിലേക്ക് തന്നെ ചെറിയ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് നേഴ്സുമാരെ എല്ലാവരും കാണാം. അങ്ങനെ ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ കിടന്നിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ ഞാൻ 25th ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയതാണ്. 27th നൈറ്റാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അത്രയും നാളത്തെ ഒരു ടെൻഷനും പിന്നെ ആ ഒരു പെയിനും PV ചേട്ടൻ്റെ പെയിനും എല്ലാ പെയിനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കണം. ഞാൻ ചെന്ന് റൂമിൽ ചെന്ന വർഷം PV ചെയ്തിരുന്നു, എന്തെങ്കിലും ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും ആയിരുന്നില്ല. അത് ആ ഒരു പെയിൻ കൊണ്ടൊക്കെ ആയിരിക്കണം. ഒരു 10:30 ആയിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റില്ല. കാരണം ഒരാൾക്കും ലേബർ പെയിൻ്റെ ടൈമിൽ ഉറങ്ങിപ്പോവാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയതല്ല. പക്ഷേ പിന്നെ ഞാൻ കണ്ണുറക്കണത് ഒരു 1:30 സമയത്താണ്. നമുക്ക് ക്ലോക്കുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ടൈം നോക്കാം. ഞാൻ ആ ടൈം നോക്കിയതുകൊണ്ട് തന്നെ കിടന്നിരുന്നത്. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ ഞാൻ 6 സെൻറ്റിമീറ്റർ ഡയലേറ്റഡാണ്. പക്ഷെ ഒരാൾക്കും ജനിച്ച ഒരാൾക്കും ഈ ലേബർ ടൈമിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ബോധം പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നലേക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഭയങ്കര വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദന. ഇത്ര വേദന എനിക്ക് ഉറങ്ങുന്ന സമയത്തില്ലായിരുന്നു. ഉറങ്ങാന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. എന്താ അതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് ബോധമില്ലായിരുന്നു. ഉറങ്ങിയതല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ബോധം പോയതായിരിക്കണം. എനിക്ക് പേടിച്ചിടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നുണ്ട്. എന്തായാലും അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ ഒരു 2 hour അല്ലെങ്കിൽ 2:30 hour കിടന്ന് അനുഭവിക്കേണ്ടി വന്നേനെ. ദൈവാനുഗ്രഹം കൊണ്ട് ബോധം പൊക്കോട്ടെ. കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ഉറങ്ങിയതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ അത്രയും നേരമുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയതും ആയിരിക്കാം. പക്ഷെ നമുക്ക് ആ ലേബർ ടൈമിൽ ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അത് നല്ല പെയിൻറ്റഡ് അല്ല ഞാൻ ഇരിക്കണത്. ഞാൻ എനിക്ക് കഴിഞ്ഞ പെയിൻ ഞാൻ കാണിക്കേണ്ടപ്പോൾ നേഴ്സ് വന്നിട്ട് PV ചെയ്തു 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം തുടങ്ങിയപ്പോൾ അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബഹളം തുടങ്ങി.
കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. ഞാൻ കരയല്ല, പക്ഷെ എൻ്റെ ആത്മാവ് കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജാണെന്ന് പറയാൻ പറ്റും. നമ്മൾ കരഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. ഞാൻ അതായത് ഡെലിവറി ടൈമിൽ ആ പെയിൻ്റെ സമയത്ത്, ഡെലിവറി ആവുന്ന സമയത്ത് കരഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട്, കരയുണ്ട്, പക്ഷെ കണ്ണീന്ന് വെള്ളം വരില്ല എന്ന് പറയില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേനെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മേനെ അവർ കൊണ്ട് കാണിച്ചു തന്നു. അമ്മ എനിക്ക് ആ സമയത്ത് കരിക്കിൻ്റെ വെള്ളമൊക്കെ കൊണ്ടു തന്നു, കുപ്പിയിലാക്കി കൊണ്ടു തന്നു. അപ്പോൾ അത് കുടിച്ചപ്പോൾ ആ ഒരു നമ്മുടെ ലേബർ ടൈമിൽ കരിക്കിൻ്റെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമുള്ള സംഭവമാണ്. ഭയങ്കര ആശ്വാസം എന്ന് വെച്ചാൽ ഭയങ്കര ആശ്വാസമുള്ള. പിന്നെ അമ്മ വന്നിട്ട് ആ വെള്ളമൊക്കെ തന്നിട്ട് അമ്മ പോയി. അമ്മ ആ സമയത്ത് ഒരു 15 മിനിറ്റോളം അമ്മേനെ അവർ റൂമിലിരിക്കാൻ, എൻ്റെ കൂടെ ലേബർ റൂമിലിരിക്കാൻ അലവ് ചെയ്തു. അപ്പോൾ അമ്മ എനിക്ക് നന്നായിട്ട് തണ്ടലും, ആ സമയമായപ്പോഴേക്കും എനിക്ക് തണ്ടൽ വേദന തുടങ്ങിയിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് എന്ത് തണ്ടലും കാലൊക്കെ നന്നായി ഒഴിഞ്ഞു നിന്നിട്ട് അമ്മ ഒരു 15 മിനിറ്റോളം എൻ്റെ കൂടെ ഇരുന്നു. അയ്യോ, നല്ല സമാധാനമായിരുന്നു എനിക്ക് ആ സമയത്ത്. ശരിക്കും അങ്ങനെയൊക്കെ വേണം. നമ്മളിപ്പോൾ ലേബർ റൂമിൽ നമുക്ക് അങ്ങനെ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഇമോഷണൽ സപ്പോർട്ടും അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുമെന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ആ സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. അങ്ങനെ ആ ഒരു ടൈമിൽ ഇത്തിരി നേരം നമുക്ക് ആ ലേബർ ടൈമിലൊന്ന് കുറച്ച് കിട്ടാന്ന് പറയുന്നത്. കരിക്കിൻ്റെ വെള്ളം കുടിച്ചതും എനിക്ക് കുറച്ചും കൂടി എനർജി ആയി. കാരണം ഞാൻ ആകെ തളർന്നു പോയിരിക്കുന്നു. കാരണം 4 മണി ഞാൻ പറഞ്ഞല്ലോ, ട്യൂബിന് തൊട്ടിട്ടുള്ള പെയിനും അത്യാവശ്യം ആയിരിക്കണോ, അപ്പോൾ നന്നായി തളർന്നു പോയിരിക്കണോ. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനർജി ഒന്ന് കിട്ടുന്ന പോലെ തോന്നി. അങ്ങനെ അത് എൻ്റെ അടുത്ത് അവർ വെക്കാൻ അലവ് ചെയ്തു ലേബർ റൂമിൽ. അത് കഴിഞ്ഞിട്ട് അമ്മ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പെയിൻ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാത്റൂം പോകാൻ തോന്നിക്കൊണ്ടിരിക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെനിക്ക് വയറ് ക്ലീൻ ചെയ്തിരുന്നില്ല. വയറ് ക്ലീൻ ചെയ്തിരുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല. നോർമൽ ഡെലിവറിക്കൊന്നും സാധാരണ വയറ് ക്ലീൻ ചെയ്യൽ അങ്ങനെയൊന്നും ചെയ്യില്ലേ, അറിയില്ല. എനിക്ക് അവരെന്തായാലും ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ചെയ്തോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്തായാലും അവർ വയറ് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈം ആയി കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്തു, ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാത്റൂം പോകാൻ തോന്നി. അപ്പോൾ തീരെ വയ്യ. എന്നാലും ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഒരു സിസ്റ്റർ എൻ്റെ കൂടെ വന്നു, ബാത്റൂമിൻ്റെ അവിടെ വരെ കൊണ്ടാക്കി തന്നു. അപ്പോൾ തിരിച്ച് ഞാൻ വന്നുകൊണ്ടെന്ന് പറഞ്ഞു. കാരണം അത്യാവശ്യം ഫസ്റ്റ് നീറ്റ് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ആണെന്ന് തോന്നി. കാരണം അപ്പോൾ ഞാൻ തിരിച്ച് വന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വേറെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് സാധാരണ പീരീഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പീരീഡ്സിൻ്റെ പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാത്റൂമിലായിരിക്കും ഫുൾ ടൈം. അതായത് എനിക്ക് ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ബാത്റൂമിലിരിക്കണം ആ ഒരു പൊസിഷൻ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പീരീഡ്സിൻ്റെ പെയിനൊക്കെ കുറയണ പോലെ തോന്നും. അതുകൊണ്ട് ഞാനൊരു 2-3 മണിക്കൂറൊക്കെ ഞാനിവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു നല്ല ഇൻറ്റൻസ് ആയിട്ട് പീരീഡ്സിൻ്റെ പെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ ആ ഒരു പൊസിഷനിൽ പോയിട്ട് ബാത്റൂമിലിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സുഖം കിട്ടുമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഓൾറെഡി ബാത്റൂം പോകാൻ തോന്നുന്നുണ്ട്. പീരീഡ്സിൻ്റെ സമയമാണെങ്കിലും എനിക്ക് ഡയറിയ പോലെ വരാറുണ്ട്. അതായത് ലൂസ് മോഷൻ പോലൊക്കെ മിക്കവർക്കും കോമൺ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ബാത്റൂമിൽ പോയിരിക്കുക, അവിടെ വെച്ചാൽ കുറച്ച് നല്ല റിലാക്സേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ശരി അങ്ങനെ ആയിരിക്കും എന്ന് കരുതി. ഞാൻ ഭയങ്കര ഒരു മണ്ടത്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ആ സിസ്റ്ററിനോട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്ററിനെ ഞാൻ പറഞ്ഞയച്ചു. ഞാൻ എന്ത് ചെയ്തു എന്നിട്ട് ബാത്റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിലിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വശപശത് തോന്നി. കാരണം ഇത് ശരിയല്ല. കാരണം ഞാനിരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ബാത്റൂം പോവാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് ബാത്റൂം പോകണതല്ല, ഒരു എന്താ പറയുക പുഷിങ് ഇല്ലേ നമ്മുടെ, അതാണ് എനിക്ക് വരണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല, ഇതായത് ബാത്റൂം പോകാനുള്ളതല്ല, ഈ ഒരു സംഭവം ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അവിടെ നീറ്റ് പോന്നു. തിരിച്ച് വരണം വഴിയുണ്ടല്ലോ, ആ സിസ്റ്ററിനെ വെറുതെ പറഞ്ഞാച്ചൊന്നും തോന്നി. അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ അങ്ങോട്ട് തിരിച്ച് എൻ്റെ ആ ബെഡിൽ വന്ന് കിടപ്പ്. ഞാൻ ശരിക്കും എന്താ പറയുക, ഞാൻ എൻ്റേതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് അനുസരിച്ചിട്ട് പെരുമാറുകയാണ്. അതായത് എന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ അങ്ങനെയൊന്നും ശരിക്കരുതരുത്. കാരണം നമ്മുടെ ബോഡിക്ക് അറിയാം എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ അതും കൂടാണ്ട് നമ്മുടേതായ എക്സ്ട്രാ ഒരു ഡെക്കറേഷനും വേണ്ട ഈ ലേബറിൻ്റെ സമയത്ത്. അവിടെ മര്യാദയ്ക്ക് കിടന്നാൽ മതിയായിരുന്നു. ഞാൻ കരുതി അവിടെ പോയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാത്റൂമിൽ പോയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി പെയിൻ കുറഞ്ഞ് കിട്ടും ആ ഒരു പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു പോയതിനെ ബാത്റൂമിൻ്റെ ഉള്ളിൽ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ വേഗം അവിടെ നിന്ന് വന്ന് റൂമിൽ വന്ന് കിടന്നു. ഇനിയാണ് സംഭവം. എൻ്റെ ലൈഫിൽ ഏറ്റവും മോസ്റ്റ് ഡിസ്കസ്റ്റിംഗ് എന്നൊക്കെ പറയില്ല, ആ ഒരു മൊമെൻ്റാണ് പിന്നെ സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് ആ ബാത്റൂം പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരണ പുഷ് എന്ന് പറയുന്നത്
സാധാ പുഷിംഗ് ഒന്നും അല്ലാതെ ബാത്റൂം പോകണതിൻ്റെ അർജല്ല വരണത്, മറ്റേതാ. അതായത് ലാബറിൻ്റെ പുഷാണ് എനിക്ക് വരണത്. അത് എനിക്ക് ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പം ഞാനിവിടെ റൂമിൽ വന്ന് കിടന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് പിന്നെ എന്താ നാണക്കേടെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടൊരു. പക്ഷെ അത് അവരെന്നോട് വന്നിട്ട് ഞാൻ ഈ വന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും ഈ പുഷിങ് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറില്ല, ഡോക്ടർ ആ സമയത്തില്ല. ഡോക്ടറില്ലാത്തതുകൊണ്ട് നേഴ്സ് എന്നിട്ട് പറയാം, മോളെ ഇപ്പം പുഷ് ചെയ്യേണ്ട സമയമായിട്ടില്ല എന്ന് പറയാം. 8 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആയി, എന്നോട് പുഷ് ചെയ്യേണ്ട സമയമായിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഞാനല്ല പുഷ് ചെയ്യണത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് എൻ്റെ ബോഡി ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആയപ്പോഴേക്കും 3 മണിയൊക്കെ കഴിഞ്ഞിരിക്കണു. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് റൂമിൽ നിന്ന് ലാബ് റൂമിലേക്ക് എത്തി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം അവർ മരുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബ് ഇട്ടു, മരുന്നും കഴിച്ചു, അവിടെ വന്ന് കിടന്ന് അവർ വരുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ലേബർ പെയിനും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കിടന്നലറിക്കൊണ്ടിരിക്കുക. ആ വന്നവരൊന്നും അവർ കിടന്നിട്ടില്ല, അവർ മരുന്ന് കഴിക്കാൻ പോകുന്നില്ല. അവരൊക്കെ ഇരുന്നിട്ട് എന്നെ കണ്ട് അവർ പേടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു കൂട്ടുന്ന കണ്ടിട്ട് അവർക്ക് നല്ല പേടി. എനിക്ക് വെച്ചാൽ നാണക്കേടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ട. അപ്പോൾ ഇവരെന്ത് ചെയ്തു, എനിക്ക് കറക്റ്റ് ഫുൾ എൻ്റെ ഞാൻ കിടക്കുന്ന ബെഡിന് ഫുൾ അവർ കറക്റ്റ് മറിച്ചു. കാരണം എനിക്ക് അത്ര ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ. അങ്ങനെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ 3 മണിക്ക് മരുന്ന് കൊടുക്കണത്. 3 മണിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 9 മണി ആകുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഡയലേറ്റഡും ആ ഒരു സംഭവം ലേബറിൻ്റെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ഡെലിവറിയുടെ ഒരു പീരീഡിലേക്ക് എത്തിക്കും അവരെ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് കുറച്ച് സമയം കൊണ്ട് ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് അവരുടെ ഡെലിവറി എടുക്കും. അതാണ് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി. അതായത് എനിക്ക് ട്യൂബ് ഇട്ടതും കൂടാണ്ട് അവർ മരുന്നും കൂടി തന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അവർ വിചാരിക്കണേക്കാട്ടും മുൻപേ ആയി ഡോക്ടറില്ല, നേഴ്സുമാർക്കും ഡ്യൂട്ടി ഡോക്ടർക്കും ടെൻഷൻ. കാരണം ഡോക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ എങ്ങനെ പോയാലും 1-1.5 മണിക്കൂർ എടുക്കും. പെയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതൊരു 4 സെൻറ്റിമീറ്ററൊക്കെ ഡയലേറ്റ് ആയി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം എനിക്ക് PV ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല. കാരണം അതിന് മുന്നൊക്കെ അറിഞ്ഞിരുന്നു. അതായത് ഞാൻ റൂമിൽ നിന്ന് ലാബ് റൂമിലേക്ക് വന്ന സമയത്ത് PV ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഉറങ്ങിപ്പോയി. പിന്നെ 6 സെൻറ്റിമീറ്റർ ഇട്ട് PV ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിയണില്ല. കാരണം ഓൾറെഡി അത്രയും ഇൻറ്റൻസ് പെയിനാണ്. അപ്പോൾ അതിനുള്ള പിന്നെ PV ചെയ്താലും എന്ത് ചെയ്താലും നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഭയങ്കര സമാധാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹെഡ് പുറത്ത് വന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തൊക്കെയോ അവരവരുടെ മെഡിക്കൽ ടേംസ് എന്തൊക്കെയോ പറയേണ്ടി. അവർക്ക് ടെൻഷൻ തുടങ്ങി. അത്രയും നേരം അത്രയും കൂളായിട്ട് കസാരയിലിരുന്ന നഴ്സുമാരൊക്കെ മുൾമുനയിലായി തുടങ്ങി. കാരണം എനിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഡോക്ടറില്ല, എനിക്ക് അവർക്കൊരു അബദ്ധം പറ്റിയതാണ് 2 മരുന്നും കൂടി എനിക്ക് ഒരുമിച്ച് തന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, സഹിക്കാൻ പറ്റാത്ത പെയിൻ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് സിസേറിയൻ ഒരിക്കലും സിസേറിയൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും പെയിൻ അനുഭവിച്ചു, ഇനിയും ഒരു സിസേറിയൻ കൊണ്ട് ചെയ്യാൻ വെച്ചാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇനിയിപ്പോൾ നോർമൽ തന്നെ ആയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ കരുതുന്നു. ഒരിക്കലും സിസേറിയൻ വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് പെയിൻ വല്ലാണ്ടായിരിക്കുന്നു, എനിക്ക് പെയിൻ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാനുള്ള എന്തെങ്കിലും എനിക്കൊന്ന് തരണമെന്ന് ഞാൻ അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ വേഗം എന്തൊക്കെയോ ടൈമിലൊക്കെ മറ്റേ സാധനമൊക്കെ വെച്ച് എന്തൊക്കെയോ മരുന്നൊക്കെ കയറ്റി. അതൊക്കെ കയറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി. പിന്നെ എനിക്ക് പുഷിങ്ങിൻ്റെ വന്നിട്ടില്ല, ലേബർ പെയിൻ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എപ്പിഡെറലും കാര്യങ്ങളൊന്നുമല്ല, വേറെ എന്തൊക്കെയോ നമുക്ക് സുഖമുള്ള മരുന്ന് ആദ്യമേ തരാറുണ്ടെങ്കിൽ എത്ര സുഖമായിരുന്നു തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 1 മണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ഡോക്ടറിന് വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിക്കോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാരും ഉത്തരവാദിത്തം പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ആ സമയമാകുമ്പോഴേക്കും ഇവർക്ക് എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഭയങ്കര തിക്കും തിരക്കായി, ഭയങ്കര വെപ്രാളായി. ഒരു ഡോക്ടറിനെ വിളിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയായി, എന്തായി, എവിടെ എത്തി. അങ്ങനെ അവരുടെ ഒരു ഇൻഫോ അനുസരിച്ചിട്ടൊക്കെ എന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ ഡെലിവറി റൂമിലേക്ക് മാറ്റി. അവിടെ എത്തുമ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തു. അതായത് അത്ര നേരം ഞാൻ എൻ്റെ ബോഡി എന്നെ പറ്റണ വിധത്തിൽ പുഷും കാര്യങ്ങളൊക്കെ ചെയ്തു, അവർ പറയാണ്ട് തന്നെ. കാരണം ഞാൻ മുൻപൊക്കെ ഒരുപാട് ചിന്തിച്ചിരുന്നു. അതായത് ഈ നോർമൽ ഡെലിവറി വ്ളോഗ് കാണുമ്പോൾ എങ്ങനെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് പറ്റില്ലേ പുഷിങ് നമുക്ക് പറ്റുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചൊരു കൺസേൺ ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് എൻ്റെ ഡെലിവറി ആയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അതിനെ പറ്റി ആലോചിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട. എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യം നമ്മുടെ ബോഡിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ അതിനെപ്പറ്റി യാതൊരു വേണ്ട, ആ വേണ്ട സമയത്ത് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ബോഡി തന്നെ ചെയ്തോളും. നമുക്ക്
നമുക്ക് അതിനെപ്പറ്റി പറ്റുമോ, നമുക്ക് പുഷ് ചെയ്ത് ബേബിനെ പുറത്തെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു യാതൊരു ചിന്തയും വേണ്ട. നമുക്ക് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിറാക്കിൾ എന്നൊക്കെ പറയില്ല, അതാണ് നമ്മുടെ ഈ ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത്. അത്രയും ഒരു ഇതായിട്ടുള്ള സംഭവം എനിക്ക് അന്ന് മനസ്സിലായി. പെയിൻ ഈസായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉറക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, വീണ്ടും ഞാൻ മയക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരൊക്കെ എന്നെ തട്ടി വിളിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്, ഇപ്പോൾ ഒന്നും ആവരുത്, ഒന്നിനും അതായത് ഇങ്ങനെ ചെയ്യരുത്, ഇനി അവർ പറയുമ്പോൾ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് അവർ ഇതാക്കുന്നുണ്ട്. അവർക്ക് ടെൻഷനായി തുടങ്ങി, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെന്നെ ആ റൂമിലേക്ക് മാറ്റാന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇവർ നമ്മുടെ സ്ട്രക്ചറിൽ അലകൊണ്ട് നമ്മുടെ ബെഡിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് എടുത്ത് പറയുമ്പോൾ എനിക്ക് ഒന്നിനും വയ്യ എനിക്ക്. എന്നാലും അവരൊക്കെ പറഞ്ഞനുസരിച്ചിട്ട് അവർ കുറേ വട്ടം പറയുമ്പോൾ ഞാൻ അത്രയ്ക്ക് വയ്യെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മാറിക്കിടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് റൂമിലേക്ക് കിടന്നു. അവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബെഡും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുക. അതായത് നമ്മുടെ ഒരാളുടെ ഹൈറ്റിലായിരിക്കും നമുക്ക് നമ്മുടെ ഡെലിവറി ബെഡ് ഇട്ടുണ്ടാവുക. അതിൻ്റെ മുകളിലേക്കും കിടന്നു. ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ബെഡ്, നമ്മുടെ അരയിൽ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ബെഡ്. പിന്നെ നമ്മൾ കാല് കുത്തിയിട്ട് വെക്കണ സംഭവം ഒരു 5:30 സമയത്തോടെ ഡോക്ടർ ഓടിപ്പാഞ്ഞ് വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പരിപാടി തുടങ്ങി. ഡോക്ടർ വന്നതും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് തിക്കൊക്കെ പിടിച്ചിട്ട് അവരും നിൽക്കണ്. അങ്ങനെ എനിക്ക് നോർമലായിട്ട് ബാക്കി എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല എന്നല്ല, പക്ഷെ എനിക്ക് അറിയില്ല. സാധാരണ നോർമൽ ഡെലിവറിക്ക് അവർ പുഷ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പുഷ് ചെയ്ത് ബേബി എടുക്കല്ലേ, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് പുഷ് ചെയ്യാനുള്ള ഒരു ത്രാണിയില്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തോറ്റു കൊടുത്ത പോലെയായി. എനിക്ക് അത്രയും പറ്റുള്ളൂ എന്നെ കൊണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ പുലർച്ചെ 3 മണിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് നിർത്തിവെച്ചു, എൻ്റെ ബോഡി അതിനുള്ള ഒരു നിർത്തിവെച്ച ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്തോ ടൂൾസ് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് ഉണ്ണിനെ പുറത്തെടുത്തതാണ് എൻ്റെ ഒരു ഓർമ്മ. ബോധമൊന്നും പോയിട്ടില്ല കേട്ടോ, ഞാൻ എനിക്ക് എടുക്കുന്നുണ്ട്, പക്ഷേ നല്ല ഉണർച്ചയിൽ എടുക്കുന്നുണ്ട്, പക്ഷേ ഒട്ടും വയ്യ, ഒരു എനർജിയും എൻ്റെ ദേഹത്ത് ബാക്കിയില്ല. അങ്ങനെ അതാണെങ്കിൽ പോലും 2 വട്ടം ലാസ്റ്റ് പുഷ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഡോക്ടർ നേഴ്സുമാർ ഒരു സ്റ്റൂളിട്ട് കയറുന്ന എൻ്റെ വയർ പിടിച്ചതിന് ഉണ്ടായിരുന്നു കിടന്നത്. അവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ നല്ല പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണിനെ പുറത്തെടുത്തത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവരിങ്ങനെ പുഷ് ചെയ്യണപ്പം എന്നോടൊന്ന് പുഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പം തന്നെ ഉണ്ണി പുറത്ത് വന്നു. അതുണ്ടായി. ഞാൻ അതിന് മുൻപ് കിടന്ന് കുറേ പുഷ് ചെയ്തെങ്കിലും ഈ പുഷും ആ പുഷും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ പുഷിൽ ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയാം. നല്ല ബഹളം എന്ന് വെച്ചാൽ നല്ല ബഹളം. അവരിലൊക്കെ വീട്ടിൽ പഞ്ഞിച്ച് നിൽക്കേണ്ട അവസ്ഥ. ഞാൻ അത്ര കിടന്ന് അലറി കൂവി വിളിച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. പക്ഷെ എല്ലാവരും ഒരേപോലെ കേട്ടോ, ഞാൻ മാത്രം അങ്ങനെയല്ല. അതെനിക്ക് ഡെലിവറി കഴിഞ്ഞ് അവിടെ കിടന്നത് ബാക്കിയുള്ളവരെ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവരും ഒരേ പിച്ച്, ഒരേ ട്യൂൺ, എല്ലാവർക്കും ഒരേ സൗണ്ടിൽ തന്നെ എല്ലാവരും കരഞ്ഞിരുന്നത്. അങ്ങനെ ഉണ്ണി പുറത്ത് വന്നപ്പോൾ എനിക്ക് എൻ്റെ എനർജി ഫുൾ ബാറ്ററി ആയി. ഒരു 100 എത്തിയിട്ടുണ്ടാവും, അത്ര എനർജി ആയി. ഉണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിക്ക് SCU ആയിരുന്നു. SCU എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനായിരുന്നു. 2 ആർട്ടറി ആയിരുന്നു, 2 വെസൽ കോഡായിരുന്നു. അവൻ ആ 2 വെസലിൻ്റെ ഇടയിൽ കൂടെ എന്താ അംബ്ലിക്കൽ കോഡ് എന്നുള്ള സാധനം അവന് ഒരു കൈൻ്റെ ഇടയിൽ കൊടുത്തിട്ട് അവൻ ഇങ്ങനെയായിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ ഉണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എന്താ ഓൾറെഡി പെയിൻ ഇല്ല നമുക്ക് അവർ മരുന്ന് വെച്ചതിന് ശേഷം. പിന്നെ പുഷ് ചെയ്തതിൻ്റെ ആ ഒരു പെയിൻ തന്നെ ഉള്ളൂ. നമുക്ക് ഭയങ്കര സന്തോഷമായി വെച്ചാൽ അത്ര സന്തോഷമായി. പിന്നെ എനിക്ക് ഒരു പെയിനും ഒന്നുമില്ല. ഡിസംബർ 28 പുലർച്ചെ 5:51 ഉണ്ണി ജനിക്കുന്നത്. ഞാൻ അവനെ ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നിട്ട് പിന്നെ ഉണ്ണിനെ കൊണ്ട് അവിടെ എടുത്തിട്ട് അവനെ കുളിപ്പിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും പറയാം, ഇനി പെഡലിങ് കൂടി ഉളുക്കാത്തതിൻ്റെ കുറവുള്ളൂ. എനിക്കൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ലാബ് റൂമിൽ എനിക്കൊരു 3/4 മണിക്കൂറോളം കിടക്കേണ്ടി വന്നു. നമുക്ക് ബ്ലഡ് എടുത്ത് കളയലും പിന്നെ സ്റ്റിച്ച് ഇടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അവർ വീണ്ടും B സെക്ഷനിലേക്ക് മാറ്റി. B സെക്ഷനിലേക്കല്ല, A സെക്ഷനിലേക്ക് മാറ്റി അവർ. അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കിടത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ ഉണ്ണിനെ കൊണ്ടുവന്നിട്ട് അമ്മ കൊണ്ടുവന്ന് കാണിച്ചു തരണം എനിക്ക്. അപ്പോഴേക്കും ഓരോരുത്തർക്കും ഡെലിവറി, മറ്റ് 8 പേർക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഓരോരുത്തരായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്നും മാറ്റി. അപ്പോഴും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് ഏറ്റവും ഫസ്റ്റ് സെക്ഷനിലാണ്, ഈ കാഷ്വാലിറ്റി പോലത്തെ സെക്ഷനിൽ ഫസ്റ്റ് ബെഡിൽ ഞാൻ മാത്രം. അപ്പോഴേക്കും ഒരു 10 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണുറക്കുന്ന സമയത്ത് 10 മണിയല്ല, ഒരു 9:30 സമയത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഞാൻ കണ്ണുറക്കുമ്പോൾ ഓരോരുത്തരുടെ സൗണ്ട് കേട്ടോണ്ടിരിക്കുക. എനിക്കപ്പോഴേക്കും എല്ലാ പെയിനും ഒരു പെയിനും ഇല്ല. നോർമൽ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു ഇതുമില്ല. എല്ലാ പെയിനും കഴിഞ്ഞു, എല്ലാതും ഓക്കെ ആയി. അങ്ങനത്തെ ഇതിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോഴേക്കും ബാക്കിയുള്ളവരുടെ സൗണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ കരയുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. അതായത് അവരുടെ സൗണ്ട് കൃത്യം എൻ്റെ സൗണ്ട് പോലെ തന്നെയാണ് കരയുന്നത്. എല്ലാവരുടെ സൗണ്ട് ഒരേപോലെ തന്നെയാണ് തോന്നണതൊക്കെ. ഓരോരുത്തർ ഡെലിവറി കഴിഞ്ഞവരൊക്കെ എൻ്റെ അടുത്ത് കൊണ്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാച്ചിലുള്ളവർ തന്നെയായിട്ട് നമ്മൾ ചോദിക്കുന്നത്
എന്താ ഏതാ കുട്ടി എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇവിടെ കിടക്കണ്ട, എനിക്ക് റൂമിൽ പോകണം, അങ്ങനത്തെ ഒരു ഇതായി എനിക്ക് ഇപ്പോഴും. അതെ, ഇനി പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഉണ്ണി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയണ്ടല്ലോ, എത്രയും പെട്ടെന്ന് റൂമിലെത്തിയാൽ മതി എന്നായി. അങ്ങനെ നമുക്ക് നേഴ്സുമാർ വരുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഞാൻ കുറേ നേരം ഇവിടെ കിടക്കണേ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ആരും മൈൻഡ് ചെയ്യണില്ല. ഡോക്ടറെ വെച്ചാൽ എല്ലാവരും ഡെലിവറി ഞാൻ ഡോക്ടർ പോകണത് ഞാൻ കണ്ടു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകണം. അപ്പം ചോദിച്ചു, മോളിപ്പോൾ എപ്പോഴാണ് കഴിഞ്ഞ ഡെലിവറി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്ര നേരമായിട്ട് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കണം, എനിക്കൊന്ന് വേഗം ഒന്ന് എങ്ങനെയെങ്കിലും എന്നെ റൂമിലെത്തിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യുമെന്ന്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി, കാരണം അത്രയും വലിയ പ്രൗഡ് മൂമെൻറ്റിലാണ് ഞാൻ നിൽക്കണം. നേഴ്സ് വന്നു പറഞ്ഞവരോട് യൂറിൻ പാസ് ചെയ്തിട്ട് റൂമിൽ പോകാമെന്ന് പറഞ്ഞു. നമുക്ക് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാൻ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തു അവർ. നമ്മൾ കിടന്നിട്ട് ഈ ഉഷാർ കാണിക്കുന്ന പോലെ നമ്മൾ നോർമൽ ഡെലിവറി ആയിട്ട് നടക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതായത് എനിക്ക് വയ്യായിട്ട് നടക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിനും കാര്യങ്ങളൊന്നുമില്ല, സുഖമായി നടന്നു പോയിട്ട് യൂറിൻ പാസ് ചെയ്ത് വരെ ചിലപ്പോൾ തല ഇറങ്ങും, ആ ഒരു തന്നെ ഉള്ളൂ. അങ്ങനെ യൂറിൻ പാസ് ചെയ്യും. പക്ഷേ യൂറിൻ പാസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ യൂറിനില്ല പോവാൻ, ആ ഒരു കണ്ടീഷനായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു യൂറിനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്കിനി പിന്നെ വീണ്ടും യൂറിൻ ഒഴിച്ച് വരുമ്പോഴേക്കും കുറേ സമയമാവില്ല. അപ്പോൾ പിന്നെ എന്നോണ പറഞ്ഞു യൂറിൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അവിടെ വന്ന് കിടന്നു. പിന്നെ എന്നെ റൂമിലേക്ക് ആക്കി. റൂമിൽ ഞാൻ എത്തിയപ്പോൾ ഉണ്ണി ആദ്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിനെ അങ്ങനെ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്നും കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിനെ കുറേ നേരം കണ്ടു. ഞാൻ ഇരിക്കുക, എനിക്ക് അപ്പോഴേക്കും ഒരു പെയിനുമില്ല, ഒന്നുമില്ല, സുഖമായിട്ടിരിക്കണേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത്ര നേരം പിറ്റേത് രാത്രി എല്ലാവരും റൂമിൽ നിന്നിരുന്നില്ല. അപ്പോൾ അവരൊക്കെ പോയി ഞാൻ അമ്മയും തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്മോടൊരു ഡയലോഗ് പറഞ്ഞു, അമ്മ ഇത്രയ്ക്കേ ഉള്ളൂ നോർമൽ. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ മരുന്നിലായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ അമ്മ ഇത്ര ഈസി ആയിരുന്നു നോർമൽ ഡെലിവറി എന്ന് ചോദിച്ചത്. ഇപ്പോൾ ഞാൻ എന്ത് കാര്യത്തിലുള്ള എന്തിൻ്റെ ബോധത്തിൽ വെളിവിലാണാവോ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇതുവരെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയ്ക്കുള്ളൂ, ഇത്രയ്ക്ക് ഈസിയാണ് നോർമൽ ഡെലിവറി എന്നുള്ളത്. പെയിനൊക്കെ അനുഭവിച്ചിട്ട് ചാവാഞ്ഞത് എൻ്റെ ഭാഗ്യം. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ അവിടെ കിടന്നിരുന്നത്. എന്നിട്ട് ഞാൻ മനസ്സിൽ ചോദിക്കുക, ഇത്രയ്ക്കുള്ളൂ നോർമൽ ഡെലിവറി എന്നുള്ളത്. കാരണം ഉണ്ണിനെ കണ്ടതിൻ്റെ സന്തോഷവും പിന്നെ പെയിനൊന്നും കാര്യങ്ങളില്ല. നോർമൽ ഡെലിവറിയുടെ പെയിൻ അതോടെ കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ഞാൻ വിചാരിച്ചത് ഇനി അങ്ങോട്ട് എന്നും ഇതേപോലെ നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം യൂറിൻ പാസ് ചെയ്യണതും ഫസ്റ്റ് ടൈം മോഷൻ പോണതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ എനിക്ക് അതും ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര ഈസി അല്ല എന്നുള്ളത്. കാരണം നമ്മൾ ഫുൾ ആൻറ്റിബയോട്ടിക്കിലാണ് നിൽക്കുന്നത്, ഫുൾ മരുന്നിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് പിന്നെ നമുക്ക് പെയിൻ അറിയില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തൊട്ടിട്ട് എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ തുടങ്ങി. അതെനിക്കൊരു 36 വരെ എനിക്ക് നല്ല സ്റ്റിച്ചിൻ്റെ പെയിനാണെന്ന് വെച്ചാൽ ഇരിക്കാൻ വയ്യ, ബാത്റൂം പോകണത് ആലോചിക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു 36 ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്, വണ്ടിയിലേക്ക് ഇരുന്ന് വരുന്നത് എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. ആ സമയത്ത് ഒന്നും അറിഞ്ഞിരുന്നില്ല. സ്റ്റിച്ച് വലിഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എനിക്ക് നല്ല പെയിനായിരുന്നു. എനിക്കിപ്പോഴും നോർമൽ ഡെലിവറി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്റ്റിച്ചിൻ്റെ പെയിൻ എനിക്കൊരിക്കലും അതായത് കണക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സെക്കൻഡ് ഡെലിവറി ഞാൻ സിസേറിയൻ മതി എന്നുള്ള സിസേറിയൻ മതി എന്ന് വാശി പിടിച്ചാൽ നിൽക്കുന്നത്. കാരണം എനിക്കിനി വീണ്ടും എനിക്ക് ആ ഒരു പെയിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കണ്ടീഷനെ കൂടെ കടന്നു പോകാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഫസ്റ്റ് ഡെലിവറി എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കൂടിയിട്ട് എനിക്കിനി വീണ്ടും വേണ്ട. കാരണം ഓൾറെഡി ഞാൻ ആകെ ഇതായി. ആ സമയത്ത് വന്നിട്ട് ഇത്ര ഈസി ആണെങ്കിൽ പറഞ്ഞാൽ പോലും പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്ന കാര്യമാണ് നോർമൽ ഡെലിവറി എന്ന്. കാരണം എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും അങ്ങനെ ആവണം. എൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ട് എന്നോട് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു, നീ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാതിരിക്കരുതെന്ന്. പേടിപ്പിക്കല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഒരിക്കലും ഒരു മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ നോർമൽ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, ആരും പേടിപ്പിക്കാനില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, എല്ലാവരുടെയും ബോഡി വേറെ വേറെ ടൈപ്പ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും വേറെ പോലെ, ചില വേറെ പോലെ ആയിരിക്കും. നോർമൽ ഡെലിവറിക്ക് അത്ര ഈസി ആയിട്ടുള്ള കുറേ പേരെ എനിക്കറിയാം, സുഖമായി കഴിഞ്ഞവരെ കുറേ പേരറിയാം. ലേബർ ടൈം ഇത്തിരി 2-3 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ കുറേ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. സോ എല്ലാവർക്കും ഈ ഒരേപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും ആവില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ അത്രയും കിടന്ന് അനുഭവിച്ചതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കുഞ്ഞൊരു ബെല്ലൈക്കണില്ലേ, അതും കൂടി എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.